നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് പുനർവിഭജനം ഡീലിമിറ്റേഷൻ ഹിയറിംഗ് നടന്നു. പങ്കെടുത്തത് 76 തദ്ദേശ സ്ഥാപനങ്ങൾ. പരിഗണനയ്ക്കെത്തിയത് 1379 പരാതികൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF. 1379 പരാതികൾക്ക് അനുവദിച്ചത് 6 മണിക്കൂർ മാത്രം. സർക്കാർ വാർഡ് വിഭജനം അട്ടിമറിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. അഴിമതി ആരോപണവുമായി UDF. ഉപകരാറിൽ നടക്കുന്നത് കള്ളക്കളി. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മീഷൻ കണ്ണൂരിൽ ഹിയറിംഗ് നടത്തി. കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഹിയറിംഗിൽ 76 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 1379 പരാതികളാണ് പരിഗണനയ്ക്കെത്തിയത്. കരട് വാർഡ് നിയോജക മണ്ഡല വിഭജന നിർദ്ദേശങ്ങളിന്മേൽ നിശ്ചിത സമയപരിധിക്ക് മുമ്പായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിച്ചവർക്ക് മാത്രമായിരുന്നു പങ്കെടുക്കാൻ അനുവാദം. മാസ് പെറ്റീഷൻ നൽകിയവരിൽ നിന്നും ഒരു പ്രതിനിധിയാണ് പങ്കെടുത്തത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകൾ, കല്യാശ്ശേരി, പാനൂർ, ഇരിക്കൂർ, കണ്ണൂർ, കൂത്തുപറമ്പ് ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, കണ്ണൂർ കോർപ്പറേഷൻ, കൂത്തുപറമ്പ് നഗരസഭ, എടക്കാട്, തലശ്ശേരി, ഇരിട്ടി ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകൾ, തലശ്ശേരി, ഇരിട്ടി നഗരസഭകൾ എന്നിവർക്കായാണ് ഹിയറിംഗ് നടത്തിയത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ A. ഷാജഹാൻ, കമ്മീഷൻ അംഗം S. ഹരികിഷോർ, കമ്മീഷൻ സെക്രട്ടറി S. ജോസ്നാമോൾ, ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ എന്നിവർ പരാതികൾ പരിഗണിച്ചു. കണ്ണൂർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കലക്ടർ K. ബിനി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂരിലെ തദ്ദേശ വാർഡ് വിഭജന ഹിയറിംഗിനെതിരെ UDF. ഹിയറിംഗിന് പ്രഹസനമെന്നും നീതിപൂർവമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നിയമ നടപടിയെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിക്കുകയാണെന്നും നാടകം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ചെയ്തതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF ആരോപിച്ചു. 1379 പരാതികൾ കേൾക്കാൻ ആകെ 6 മണിക്കൂറാണ്. 1 മിനിറ്റിൽ 5 പരാതി കേൾക്കുക എന്നത് നീതിയുക്തമായ കാര്യമല്ല. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്നും പരാതികളുമായി എത്തി മണിക്കൂറുകളോളം കലക്ടറേറ്റിൽ കാത്തുനിന്നാണ് ഹിയറിംഗിൽ പങ്കെടുത്തത്. എന്നാൽ ഒരു ദിവസം കൊണ്ട് മുഴുവൻ പരാതികളും നീതിപൂർവ്വം കേൾക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യം തകർക്കുന്ന രീതിയിലുള്ള വാർഡ് വിഭജനത്തിൽ നീതിപൂർവമായ നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സംവിധാനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിജയിക്കുക, അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിൽ കള്ളവോട്ടുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അത് വേറെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനത്തോടു കൂടി ജനാധിപത്യ മര്യാദകളെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നീതിപൂർവമായ നിലപാട് അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ശക്തമായ മറ്റ് രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ നിയമപരമായി നമ്മളത് നേരിടും. ഒപ്പം തന്നെ നമുക്ക് മറ്റ് സമരമാർഗങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇന്നത്തെ ഇവിടെ നടന്ന ഈ ഹിയറിംഗിലൂടെ നമുക്ക് മനസ്സിലാവും. പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ പോലും ഇവർ തയ്യാറായില്ല. മാത്രവുമല്ല, പരാതികൾ പെൻസിൽ കൊണ്ട് എഴുതിയെടുക്കുക എന്ന വിചിത്രമായ നടപടിയാണ് അധികാരികൾ കൈക്കൊണ്ടതെന്നും ഇലക്ഷൻ കമ്മീഷന്റെ മൗനാനുഭവത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതിന് IAS ഉദ്യോഗസ്ഥരെയും കരുവാക്കി. ഡീലിമിറ്റേഷൻ ഹിയറിംഗ് പ്രഹസനമാക്കി തീർത്തതിനെതിരെ UDF ശക്തമായി പ്രതിഷേധിക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യുമെന്ന്, കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ നടപടികൾ തിരുത്തുക തന്നെ ചെയ്യുമെന്നും, സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂട്ടുപിടിച്ച് വാർഡ് വിഭജനം അട്ടിമറിക്കുകയാണ്, ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, DCC ഭാരവാഹികളായ മനോജ് കൂവേരി, T. ജയകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാട്ടൂൽ പഞ്ചായത്ത് STU മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം മാട്ടൂൽ സെൻട്രൽ MUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. STU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്.
റെന്റൽ കാറുകളിൽ കൊടുക്കുന്ന വിദേശത്തുള്ള കമ്പനികൾ ആ കമ്പനികളെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ഓരോ പട്ടണത്തിലും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനെ ഒരു തൊഴിലാളി സംഘടനകളെ എതിർത്ത് ശക്തമായ തൊഴിലാളി സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അത് തടഞ്ഞു നിർത്താൻ കഴിയും. ഒരിക്കലും തൊഴിലാളിയുടെ ഗവൺമെന്റ് അല്ല നമ്മുടെ കേരള ഗവൺമെന്റ്. നമുക്കറിയാം, ഇത് വിദേശ കുട്ടികൾക്ക് പണയപ്പെടുത്തിയ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. STU മോട്ടോർ മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. മാട്ടൂൽ മാടായി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാടിക്കൽ കടവ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലെന്നും ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മാട്ടൂൽ പഞ്ചായത്ത് STU മോട്ടോർ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതുതായി യൂണിയനിൽ അംഗത്വമെടുത്തവർക്ക് STU മോട്ടോർ ജില്ലാ പ്രസിഡന്റ് AP ഇബ്രാഹിം ID വിതരണം ചെയ്തു. മോട്ടോർ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച മാട്ടൂലിന്റെ ഹൃദയം കീഴടക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ ടീച്ചർക്ക് പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. മാട്ടൂൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ B മാട്ടൂൽ, ജനറൽ സെക്രട്ടറി VPK അബ്ദുൾ സലാം, STU ജില്ലാ ജനറൽ സെക്രട്ടറി PP നാസർ, STU മോട്ടോർ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ബദറുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി P അബ്ദുൾ ഷക്കൂർ, STU മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി E അബ്ദുൾ റാസിഖ്, വൈസ് പ്രസിഡന്റ് TP അബ്ദുൾ കരീം, SV സക്കരിയ, MK ജലാലുദ്ദീൻ, VK മുഹമ്മദ്, MP അഫ്സൽ, A രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി SV സക്കരിയ പ്രസിഡന്റ്, TP അബ്ദുൾ റഹ്മാൻ, MP അഫ്സൽ, K മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റ്, VK മുഹമ്മദ് ജനറൽ സെക്രട്ടറി, E സജീർ, NV അഷ്റഫ്, M അബ്ദുൾ സലാം ജോയിന്റ് സെക്രട്ടറി, T ബലരാമൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നാട്ടുചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ട് വേഗം തുടങ്ങണമെന്ന് പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനായി 1 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണം. പാരമ്പര്യ വൈദ്യന്മാരെ ബഡ്ജറ്റിൽ പരിഗണിച്ച സർക്കാരിന്റെ നടപടി അഭിനന്ദനീയമാണെന്നും പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് TJ സുലൈമാൻ വൈദ്യർ പറഞ്ഞു. പാരമ്പര്യ നാട്ടുവൈദ്യന്മാരെയും നാട്ടുചികിത്സയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാട്ടുചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് TJ സുലൈമാൻ വൈദ്യർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാരമ്പര്യ വൈദ്യന്മാരെ ബജറ്റിൽ പരിഗണിച്ച സർക്കാരിന്റെ നടപടി അഭിനന്ദനീയമാണ്. ഭാരതീയ നാട്ടുവൈദ്യത്തെ പരിപാലിച്ചും പ്രായോഗികമാക്കിയും കൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. വിശ്വപ്രസിദ്ധ ചികിത്സാ സമ്പ്രദായമായ ഭാരതീയ ചികിത്സാ സമ്പ്രദായം സംരക്ഷിക്കണമെന്നും TJ സുലൈമാൻ ആവശ്യപ്പെട്ടു. പല ഉത്തരവുകളിലൂടെ കേരളത്തിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി ആയുർവേദം എന്ന നാട്ടുവൈദ്യത്തെ ഇവിടെ നിലനിർത്തിയത് കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാരാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിനെ മാരകമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നോണം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ നാട്ടുവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും നാട്ടുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കുന്നുവെന്നും പറഞ്ഞത് കേരളത്തിലെ ആയിരക്കണക്കിന് പാരമ്പര്യ വൈദ്യന്മാർക്കും അവരെ ആശ്രയിച്ച് ഉപജീവനം നടക്കുന്ന 10,000-കണക്കിന് ആളുകൾക്കും വളരെ ആശ്വാസജനകമാണ്. അപ്പം അതിന് ആ ഗവൺമെൻറ്റിനെ, ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ NE പവിത്രൻ ഗുരുക്കൾ, ചന്ദ്രമതി S വൈദ്യർ, K സന്ദീപ് വൈദ്യർ, രാജൻ കൈനി എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് പുനർവിഭജനം ഡീലിമിറ്റേഷൻ ഹിയറിംഗ് നടന്നു. പങ്കെടുത്തത് 76 തദ്ദേശ സ്ഥാപനങ്ങൾ. പരിഗണനയ്ക്കെത്തിയത് 1379 പരാതികൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF. 1379 പരാതികൾക്ക് അനുവദിച്ചത് 6 മണിക്കൂർ മാത്രം. സർക്കാർ വാർഡ് വിഭജനം അട്ടിമറിക്കുന്നു എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. അഴിമതി ആരോപണവുമായി UDF. ഉപകരാറിൽ നടക്കുന്നത് കള്ളക്കളി. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF അംഗങ്ങൾ.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഇന്ന് നടന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഭരണസമിതിക്കെതിരെ ശക്തമായ വിമർശനവുമായി UDF അംഗങ്ങൾ രംഗത്തെത്തി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളിലും ക്രമക്കേടുകളുണ്ടെന്നും പദ്ധതിക്ക് പിന്നിൽ നടന്ന അഴിമതി മൂലം പദ്ധതികൾ പലതും ഫലം കണ്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുന്നത്തെ വർഷം നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യം കൂടി നമുക്ക് ചെയ്യണമെന്നും നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേണ്ടാത്തൊരു പണിയെടുത്തു. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡ് കുറേ നമ്മൾ ഏറ്റെടുത്തു. അപ്പം ആ റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡ് സർക്കാർ ഇപ്പം നമ്മളെടുത്ത് പരിശോധിച്ച മുമ്പേ എനിക്ക് എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം, ഞാൻ മുമ്പേ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് 60 ലക്ഷം രൂപ കിട്ടിയ സ്ഥാനത്ത് ഇന്ന് 4 കോടി രൂപയാണ് ഗവൺമെന്റ് പഞ്ചായത്തിന്, ഞാൻ പറയുന്ന ആ ഒരു പഞ്ചായത്തിന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ തദ്ദേശ സ്ഥാപനത്തിനും അവരെ റോഡ് മെയിൻ്റനൻസിന് ആവശ്യമായ തുക കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കുണ്ടായത് നമ്മൾ അത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ആ പ്രവൃത്തി സമയത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്പിൽ ഓവറായി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടു. അപ്പൊ അത് പരിഹരിക്കപ്പെടണം. കുറ്റമറ്റ രീതിയിൽ ആ സംഗതികൾ നടത്തണം. ആ പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് KSIE എന്ന സ്ഥാപനമാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. പക്ഷെ അവര് വേറെ എവിടെയോ സബ് കോൺട്രാക്ടർ കൊടുത്ത് ആരെയും ഒന്നിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന വെച്ചാല് അപ്പൊ അത്തരത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ സിൽക്ക്, അതുപോലെ KSIE, അതുപോലെ നിർമ്മിതി കേന്ദ്രം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ടെൻഡർ ഇല്ലാതെ വർക്ക് ഏറ്റെടുക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവർ ഏറ്റെടുക്കുകയും അത് മറ്റു പല സപ്പോർട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് അത് കൈമാറുകയും ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യും. അവർ പലപ്പോഴും അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത വർക്കുകൾ ചെയ്യും. അതുകൊണ്ടാണ് ഈ വാട്ടർ പ്യൂരിഫയറിന് വന്നിട്ടുള്ള അപാകതയും ആ കുടിവെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. UDF മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. വിജിലൻസ് അന്വേഷണ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം UDF അംഗങ്ങളുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പള്ളിക്കുന്ന് പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് സെൻട്രൽ ജയിൽ ഗ്രൗണ്ടിൽ നടന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കേരള ടീമിനെ ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത സച്ചിൻ സുനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 27 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് സ്വർണ്ണ മെഡൽ കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെ അഭിമാനം കൊള്ളുന്നു ഞാൻ. പിന്നെ ഈ ഇന്നത്തെ ഇവിടുത്തെ സ്പോർട്സ് മീറ്റ് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തുവെന്ന് പ്രഖ്യാപിക്കുന്നു. സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. സ്പോർട്സ് മീറ്റിൽ ഫസ്റ്റും സെക്കൻഡ് വരുന്നതല്ല, പങ്കെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമാണ്. ആരൊക്കെ പങ്കെടുക്കുന്ന അവരെല്ലാവരും വിജയികൾ തന്നെയാണ് ഈ സ്പോർട്സ് മീറ്റിൽ. പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ പള്ളിക്കുന്ന് വാർഷിക കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ കായിക താരങ്ങളുടെ അസംബ്ലി, മാർച്ച് പാസ്റ്റ് എന്നിവ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ SR സജിത SJC സ്വാഗതം പറഞ്ഞു. ബാർമരിയം പാസ്റ്റർ സെന്റർ ശ്രീപുരം ഡയറക്ടർ റവറന്റ് ഫാദർ ജോയ് കാട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. എല്ലാവരും ഒരുമയോടെ വർത്തിക്കുന്ന ഇടമായി സ്പോർട്സ് മത്സരവേദികൾ മാറണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ ഒരു മോട്ടോ കൂടി അതിനോട് കൂട്ടിച്ചേർത്തത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളെന്ന് പറയാൻ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ഞങ്ങൾ ഒരു പ്രദേശത്തുള്ളവരാണ്, ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, ഞങ്ങൾ ഒരു ഭാഷക്കാരാണ്, ഞങ്ങൾ ഒരേ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്, ഞങ്ങളുടെ വേഷവിധാനങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒരേ ഭക്ഷണം കഴിക്കുന്നവരാണ്, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഒന്നാണ്, ഞങ്ങളുടെ ആചാരങ്ങൾ ഒന്നാണ്, ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്നുള്ള പദത്തിന് അർത്ഥമായി. ഫിസിക്കൽ എഡ്യൂക്കേറ്റർ നീതു ചന്ദ്രൻ, ADS ചെയർപേഴ്സൺ അമൃത, PTA പ്രസിഡന്റ് വിദ്യാ സനത്ത് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫിറ്റ്നസ് ഡാൻസ് നടന്നു.
ഹജ്ജ് ഹൌസ് നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്ന് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹജ്ജിന് പുറമെ മറ്റു പൊതു ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കാനുതകുന്ന മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്ററിൽ താമസത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള മുറികൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിർമ്മിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് അനുവദിച്ച ഒരേക്കർ കിൻഫ്ര ഭൂമിയിൽ ഹജ്ജ് ഹൌസ് നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. താഴെ മറ്റോ ചുരുങ്ങിയത് ഒരു 24 hours അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സമയം ഒരു ടെന്റിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ താൽക്കാലികമായി തയ്യാറാക്കിയ സൗകര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഓരോ വർഷവും ഹാജിമാർക്കത് വളരെ വലിയ ഒരു പ്രയാസമായി തന്നെ പറയാറുണ്ടെങ്കിലും ഇത്തരം തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് കുറേ പ്രയാസം സഹിക്കേണ്ടതായതുകൊണ്ട് അവർ സഹിച്ചു പോകാറുണ്ട്. എന്നാൽ കോഴിക്കോട് ഹജ്ജ് ഹൗസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു സൗകര്യം. നേരത്തെ നമ്മൾ കപ്പലിന് പോയിരുന്ന കാലത്താണെങ്കിലും വിമാനത്തിന് പോയിരുന്ന കാലത്താണെങ്കിലും ബോംബെയിൽ വഴിയാണ് ആദ്യം പോയത്. പിന്നെ മദ്രാസ് വഴി പോകാൻ തുടങ്ങി. പക്ഷേ കോഴിക്കോട് നിന്ന് തന്നെ പോകാനുള്ള സൗകര്യം വന്നു. കോഴിക്കോട് തന്നെ ഹജ്ജ് ഹൗസും തുടങ്ങി. അതോടുകൂടി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൗകര്യമാണ്. അന്ന് ഗവൺമെൻറ്റിൻ്റേതായ സഹായം ചെയ്തു. കൂട്ടത്തിൽ പ്രൈവറ്റ് ഡൊണേഷൻസ്, അതുപോലെ തന്നെ ഹാജിമാരിൽ നിന്നുള്ള സംഭാവന, ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ഹജ്ജ് ഹൗസ് അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞത്. പിന്നെ പുതുതായി നമ്മൾ വനിതാ ബ്ലോക്ക് ഇപ്പോൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തീർത്ഥാടകരായ വനിതകൾക്ക് വലിയ സൗകര്യമാണ് അവിടെ ചെയ്യാൻ പറ്റുക. ഹജ്ജിന് പുറമെ മറ്റു പൊതു ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ തക്കതായ മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ, താമസത്തിനും പ്രാർത്ഥനകൾക്കുമുള്ള മുറികൾ ഉൾക്കൊള്ളുന്ന ഹജ്ജ് ഹൌസ് നിർമ്മിക്കണമെന്നാണ് ഹജ്ജ് കമ്മിറ്റി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, ഒ വിജയഫർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളാപ്പ് ശ്രീ ഓലച്ചേരിക്കാവ് തിറമഹോത്സവത്തിന് സമാപനം. ഇന്നലെ രാത്രി കതിവന്നൂർ വീരന്റെ തോറ്റവും കളരി അഭ്യാസ പ്രകടനവും നടന്നു. ഇന്ന് പുലർച്ചെ കതിവന്നൂർ വീരന്റെ തിരുമുടിയും രാവിലെ ഭഗവതിയുടെ തെയ്യക്കോലവും ഇറങ്ങി. ഉച്ചയോടെ തിറമഹോത്സവം സമാപിച്ചു. കണ്ണൂരിന്റെ കലാസാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ കണ്ണൂർ വേവ്സിന്റെ നേതൃത്വത്തിൽ നീലാംബരി മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനം ഈ മാസം 16 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താണ സാധു മണ്ഡപത്തിൽ മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ വി.ടി. മുരളി നിർവഹിക്കും. ചടങ്ങിൽ ജയകുമാറിനും ഡോക്ടർ സി.വി. രവീന്ദ്രനാഥിനും സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഡോക്ടർ കെ ജയകുമാറിനും വ്യവസായ ബഹുമുഖ പ്രതിഭ ഡോക്ടർ സി.വി. രവീന്ദ്രനാഥിനുമുള്ള സ്വീകരണമാണ് ചടങ്ങിൽ നൽകുന്നത്. താണ സാധു കല്യാണ മണ്ഡപത്തിലാണ് പരിപാടി നടക്കുകയെന്ന് സെക്രട്ടറി O.N. രമേശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥാകൃത്ത് ടി. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ ടി.വി. മുരളി നിർവഹിക്കും. കണ്ണൂർ വേവ്സ് പ്രസിഡന്റ് കെ.പി. ശ്രീശൻ അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി കെ. രാഘവൻ മാസ്റ്ററുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ രാഘവഗീതങ്ങൾ, ശ്രീഗംഗയുടെ കുച്ചുപ്പുടിയും നൃത്താവിഷ്കാരവും നടക്കും. നമ്മളിപ്പം നീലാംബരി എന്ന് പറയുന്നതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് 2025 ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകുന്നേരം 5:30 സാധു മണ്ഡപത്തിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കണ്ണൂർ ഡോക്ടർ കെ ജയകുമാർ IAS സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൻ്റെ പേരിലുള്ള ഒരു ആദരവ് നടത്തുന്നുണ്ട്. അതോടൊന്നിച്ച് തന്നെ ഡോക്ടർ സി.വി. രവീന്ദ്രനാഥിന് കൃഷ്ണ ജ്വൽസിൻ്റെ അവർക്കുള്ളൊരു ആദരവും കൂടിയുണ്ട്. അതിനുശേഷം പരിപാടിക്ക് മുന്നോടിയായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കലാതിലകം ശ്രീഗംഗയുടെ കുച്ചിപ്പുടി നൃത്താവിഷ്കാരം ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ പ്രശസ്ത ഗായകൻ വി.ടി. മുരളിയുടെ നേതൃത്വത്തിൽ കെ. രാഘവൻ മാസ്റ്ററുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനസന്ധ്യയും നടക്കും. ഭാരവാഹികളായ PR അഷ്റഫ്, KN ബാലറാം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർക്കോട്ടം ശിവക്ഷേത്രം ആറാട്ടുതറ സമർപ്പണത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ പി. നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആറാട്ടുതറ സമർപ്പണത്തിന്റെ ഭാഗമായുള്ള താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കേ കോറമംഗലം ദാമോദരൻ നമ്പൂതിരി നേതൃത്വം നൽകി. അങ്ങനെ ഒരു നൂറ്റാണ്ടിനിപ്പുറം അങ്ങനെ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെല്ലാം രാജാവിൻ്റെതായ രീതിയിൽ നിർമ്മിക്കുകയും അതിൻ്റെ നടത്തിപ്പുകാരായിട്ട്
കുറച്ചാളുകളെ ചുമതലപ്പെടുത്തുകയും അവർ പിന്നീട് ഊരാളന്മാരായിട്ട് കോയ്മക്കാരായിട്ട് മാറുകയൊക്കെ ചെയ്ത ചരിത്രമാണ് ക്ഷേത്ര പാരമ്പര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷേ കേരളത്തിൽ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ജനങ്ങൾ ഇടപെടുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ മാറുകയാണ്. ക്ഷേത്രം നടത്തിപ്പിനായി ചുമതലപ്പെട്ടവർക്കൊന്നും തന്നെ ക്ഷേത്രത്തെ നേരായ വഴിയിലൂടെ ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ അവിടെ ജനസാമാന്യത്തിനെ ക്ഷേത്രം ഏൽപ്പിക്കുകയും ജനങ്ങളെല്ലാം തങ്ങളുടേതായ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം എന്നുള്ള നിലയിൽ ക്ഷേത്രത്തെ കാണുകയും ഒരു നാടിൻ്റെ മുഴുവൻ ആശ്രയ കേന്ദ്രമായിട്ടും സാംസ്കാരിക കേന്ദ്രമായിട്ടും മാറുകയും ക്ഷേത്രങ്ങൾ മാറുകയും മാറ്റപ്പെടുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിൻ്റെ ക്ഷേത്ര പാരമ്പര്യത്തിൽ ഈ ഒരു നൂറ്റാണ്ടിനിപ്പുറമുള്ളത്. ചടങ്ങിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CP ബീന അധ്യക്ഷത വഹിച്ചു. AK ആനന്ദകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. AP പത്മനാഭൻ നമ്പ്യാർ, സുധീർ കാനാട്, പഞ്ചായത്ത് മെമ്പർ VK സ്നേഷ്, KV സുകുമാരൻ, EP രത്നാകരൻ, A ബാലകൃഷ്ണൻ, KN രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രത്തിലെ ആറാട്ടുതറ സമർപ്പണത്തിന്റെ ഭാഗമായുള്ള താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കേ കോറമംഗലം ദാമോദരൻ നമ്പൂതിരി നേതൃത്വം നൽകി. കണ്ണൂർ നഗരത്തിലെ ശ്രീ സ്വാമിമഠത്തിൽ യോഗീശ്വര മഹാസമാധി വാർഷിക ആഘോഷത്തിന് നാളെ സമാപനമാകും. ഇന്നലെ രാത്രി സേവനം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനസുധ നടന്നു. നിരവധി പേർ ശ്രോതാക്കളായി. മഹാസമാധി ദിനം രാവിലെ ചാലാട് മണൽ നാരായണീയ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടക്കും. 10 മണിക്ക് ഗുരുസമാധിയിൽ പാൽ, ഇളനീർ, പനിനീർ എന്നിവ കൊണ്ടുള്ള അഭിഷേകവും മഹാഗുരു പൂജയും നടക്കും. ഉച്ചയ്ക്ക് സമൂഹ സദ്യയും ഉണ്ടാകും. വൈകുന്നേരം പ്രത്യേക ദീപാരാധനയ്ക്കും ചുറ്റുവിളക്കിനും ശേഷം ആഘോഷം സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7940, പവന് 63,520 രൂപ, വെള്ളി 107 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് പുനർവിഭജനം ഡീലിമിറ്റേഷൻ ഹിയറിംഗ് നടന്നു. പങ്കെടുത്തത് 76 തദ്ദേശ സ്ഥാപനങ്ങൾ. പരിഗണനയ്ക്കെത്തിയത് 1379 പരാതികൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF. 1379 പരാതികൾക്ക് അനുവദിച്ചത് 6 മണിക്കൂർ മാത്രം. സർക്കാർ വാർഡ് വിഭജനം അട്ടിമറിക്കുന്നു എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. അഴിമതി ആരോപണവുമായി UDF. ഉപകരാറിൽ നടക്കുന്നത് കള്ളക്കളി. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF അംഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.